സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങൾക്കു എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കു എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ആവശ്യമായിരിക്കുന്നത് പേരും പ്രശസ്തിയും വസ്ത്രങ്ങളും വസ്തുവകകളും ആഹാരവും പദവിയും അധികാരവും ഇവയെല്ലാമാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇവയൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് സമാധാനം ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെല്ലാം തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് പറയുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് നാം ശ്രദ്ധിച്ച് നോക്കിയാൽ അവരുടെ ജീവിതം വ്യർത്ഥമായി പോയതായിട്ട് കാണുവാൻ കഴിയും. അനർത്ഥങ്ങൾ വന്നു ഭവിച്ചതായി കാണാൻ കഴിയും. അവർ അധർമ്മം പ്രവർത്തിച്ച് എന്തൊക്കെയോ സമ്പാദിച്ചു കൂട്ടിയിട്ട് അവസാനമൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ മരിച്ചുപോയതായി കാണാം. മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ്, സ്വസ്ഥതയാണ്, സംതൃപ്തിയാണ്, സന്തോഷമാണ്. ഇവ വാങ്ങുവാൻ കിട്ടുകയില്ല, ഒരു കടയിലും ലഭിക്കുകയില്ല. ഇവയെ ആരും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവ നമുക്ക് എവിടെയും കിട്ടില്ല. ഈ സമാധാനവും മനസ്സിനുള്ള സംതൃപ്തിയും നല്ല ഉറക്കവും സ്വസ്ഥതയും ആഹാരം ദഹിക്കുന്നത്, നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സംതൃപ്തി ഉണ്ടായിരിക്കും. നമുക്ക് ദഹനക്കേടുണ്ടാകുകയാണെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാകും, സമാധാനം കാണില്ല. അതുപോലെ മനസ്സിന് എന്തൊക്കെയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറിനും സുഖം കാണില്ല. അതാണ് വയറിനും മനസ്സിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിന് സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് നിങ്ങൾ കഴിച്ച ആഹാരം ദഹിക്കാതിരിക്കുന്നു. അങ്ങനെ ഡിസോർഡർ ഉണ്ടാകുവാനിടയാകുന്നു. നിന്റെ വയറിന് സുഖമില്ലാതെ നിനക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ദഹനക്കേട് ഇവയെല്ലാം ഉണ്ടാകുന്നു. നിനക്ക് സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സംതൃപ്തി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിനക്ക് സമാധാനമില്ല. സമാധാനമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ വെറുതെ എന്തിനും ദേഷ്യപ്പെടും. ഭാര്യയോട് വെറുതെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. അതുപോലെ കുഞ്ഞുങ്ങളോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് കാണാം. സുഹൃത്തുക്കളോട് ദേഷ്യപ്പെടുന്നത് കാണാം. ചിലർ അധികാരികളോട് ദേഷ്യപ്പെട്ടിട്ട് ജോലി പോലും നഷ്ടപ്പെട്ട അനേകരുണ്ട്. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? നിന്റെ ഹൃദയത്തിൽ സമാധാനമില്ല. അതുകൊണ്ട് നിനക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല. ആരുമായി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിനക്കറിയില്ല. വീട്ടിൽ സ്നേഹമില്ല. ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിക്കില്ല. കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറില്ല. മക്കളെ വളർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ പണിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും കഷ്ടതയുള്ള ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് എന്ന്. നിങ്ങളെന്ത് പറയുന്നു? അതൊന്നും കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ച് സ്കൂളിൽ ബാഗൊക്കെ ഇട്ടങ്ങ് പറഞ്ഞു വിട്ടാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? തീരുമാനം അതുകൊണ്ട് അവൻ അതുകൊണ്ട് പഠിക്കുമായിരിക്കാം, എന്നാൽ അവന് നല്ലൊരു സ്വഭാവം അതുകൊണ്ടുണ്ടാകില്ല. സ്നേഹമായിട്ട് അവൻ പെരുമാറുകയില്ലായിരിക്കാം. ഇന്ന് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരുപാട് മാതാപിതാക്കൾ ഉണ്ട്. എന്നാൽ മക്കളെ പഠിപ്പിക്കുന്നതായ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ അവരെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഞാനാണ് അവർക്ക് വേണ്ടത്, എൻ്റെ മക്കൾ എന്നോടൊപ്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ കുറയുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തതായ കുഞ്ഞുങ്ങളായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് സന്തോഷമുള്ളത്? ബൈബിളിൽ പറയുന്നു, നിന്റെ ഭാര്യയുമായിട്ട് നീ സന്തോഷിക്കുക, നിന്റെ കുടുംബത്തിൽ നീ സന്തോഷിക്കുക, നിന്റെ മക്കളോടൊപ്പം നീ സന്തോഷിക്കുക. നിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ നീ ആയിരിക്കുന്നിടത്തെല്ലാം സന്തോഷമുണ്ടാകും. നോക്കൂ, ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ വിചാരിക്കാറുണ്ട്, നോക്ക് ഇന്ന വ്യക്തി വരുന്നു, എൻ്റെ ഹൃദയത്തിലെ സങ്കടങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കും. നീ ക്രിസ്തുവിലുള്ള വ്യക്തിയാണ് എങ്കിൽ തളർന്നവരെ ആശ്വസിപ്പിക്കുന്നതായ വാക്കുകൾ അവൻ നിനക്ക് നൽകും. എങ്ങനെയുള്ള വാക്കുകളാണ്? ക്ഷീണിച്ചു പോയവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ. 99% ആളുകളും ക്ഷീണിച്ചിരിക്കുന്നു, മടുത്തുപോയിരിക്കുന്നു, തളർന്നിരിക്കുകയാണ്. കടബാധ്യതയിൽപ്പെട്ട് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ,
ആയിരിക്കുന്ന അനേകം ആളുകളുണ്ട്. അവർക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, അവർക്ക് വേണ്ടിയിരിക്കുന്നത് ആശ്വാസത്തോടു കൂടിയ വാക്കുകളാണ്. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പാപക്കുഴിയിൽ വീണുകിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് കർത്താവ്. ആ കർത്താവിനെ നോക്കുക, യേശുക്രിസ്തുവിനെ നിങ്ങൾ നോക്കൂ. അവൻ്റെ അടുക്കൽ ദുഃഖത്തോട് വന്ന ആളുകൾ, തളർന്ന ആളുകൾ, ദോഷികൾ വന്നപ്പോൾ അവരോട് എത്രത്തോളം സ്നേഹത്തോടെ പെരുമാറി, സ്നേഹത്തോടെ സംസാരിച്ചു. അവർ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ളതായ മാർഗങ്ങൾ അവൻ പറഞ്ഞുകൊടുത്തില്ലേ? അവരോട് ക്ഷമിച്ചില്ലേ? അന്ന് യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത ആ മാതൃക ഇന്നുണ്ടായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണം. നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ തന്നെ നിനക്ക് മനസ്സമാധാനമില്ല എങ്കിൽ, മറ്റുള്ള ഒരു വ്യക്തിയെ നിനക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും? കർത്താവ് പറയുന്നു, എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഒരു കാര്യമാണ്, നമ്മൾ സമാധാനത്തിന് വേണ്ടി എവിടേക്കെല്ലാമോ പോകുന്നു, എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് മാത്രം വരുന്നില്ല. സമാധാനത്തിൻ്റെ കർത്താവായിരിക്കുന്നതായ, സമാധാനം അടിസ്ഥാനമായിരിക്കുന്നതായ യേശുക്രിസ്തുവിലേക്ക് വരുന്നവനാണ് സമാധാനം ഉണ്ടാകുന്നത്. നിങ്ങൾക്കു എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ലോകത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ടെന്നാണോ? എന്താണ്? കഷ്ടം ഉണ്ട്. കഷ്ടത ഇഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? ആർക്കും ഇഷ്ടമില്ല. ലോക ജീവിതമെന്ന് പറയുന്നത് കഷ്ടമാണ്. കഷ്ടമില്ലാത്ത ജീവിതം മാനുഷികമായ ജീവിതമല്ല. നമ്മെ റോബോട്ടുകളായിട്ടല്ല ദൈവമാക്കിയിരിക്കുന്നത്. നമ്മൾ റബ്ബർ പാവകളല്ല, നമ്മൾ മരപ്പാവകളല്ല, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മനുഷ്യരായിരിക്കുന്നു. നമ്മുടെ ജീവിതം പാപത്തിന്റെ ഫലമായി വന്നതായ ശാപത്തിന് ഇരയായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, അധികമായാൽ അത് 80 സംവത്സരം. അത് വേഗത്തിൽ കഴിഞ്ഞു പോകുന്നു, നാം പറന്നു പോവുകയും ചെയ്യും. സങ്കീർത്തനം 9:10 വാക്യം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. 70-80 വയസ്സുള്ള നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ പ്രതാപം എന്തൊക്കെയാണ്? ദുഃഖവും പ്രയാസവും. എന്താണ്? പ്രയാസപ്പെടാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? കഴിക്കുവാൻ പ്രയാസമാണ്, ജീവിക്കുവാൻ പ്രയാസമാണ്, നടക്കുന്നത് പ്രയാസമാണ്. ചിലർ എഴുന്നേൽക്കുമ്പോഴും മൂളും, ഇരിക്കുമ്പോഴും മൂളുന്നത് കാണാം. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇതെല്ലാം? ഭയവും ഭീതിയും ദുഃഖവും വേദനകളും. രാവിലെ ഉണരുന്ന സമയം മുതൽ രാത്രി കിടക്കുന്ന സമയം വരെ മനുഷ്യൻ അനുഭവിക്കുന്നതായ വേദനകളെക്കുറിച്ച് ചിന്തിക്കുക. ജീവിതത്തിൽ നമുക്ക് കഷ്ടതയില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസമില്ലാതെ വെറുതെ എന്നിട്ട് സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് അജ്ഞാനമാണ്. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് നന്മയ്ക്കായി ഭവിച്ചു എന്ന് ദാവീദ് പറഞ്ഞു. കഷ്ടത നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. കഷ്ടതയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. കഷ്ടതയിൽ കൂടി നമുക്ക് ഒരുപാട് അനുഭവജ്ഞാനമുണ്ടാകും. കഷ്ടത നാം അനുഭവിച്ചേ മതിയാകൂ. ഒരു അമ്മ കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് 3-ാം മാസം ആകുമ്പോൾ തന്നെ തുടങ്ങും അവർക്ക് തലകറക്കം, ഛർദി, ആഹാരം കഴിക്കുന്നത് ദഹിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടും. ഒരു ശിശു ഉള്ളിൽ വളരുന്നതായ സമയത്ത് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ആ പ്രോസസ്സിൽ കൂടി ആ സ്ത്രീ കടന്നു പോവുകയാണ്. എന്നാൽ എനിക്കിങ്ങനെ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ ഛർദിയൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് എനിക്ക് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന ഏതെങ്കിലും മാതാവിനെ കണ്ടിട്ടുണ്ടോ? എന്താണ്? 9 മാസം കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കണം, അതിനുശേഷം വേദനയോടെ പ്രസവിക്കണം. എത്ര ജാഗ്രതയോടുകൂടി, പ്രയാസത്തോടുകൂടി, കഷ്ടത അനുഭവിച്ച് ആ സ്ത്രീ മുൻപോട്ട് പോകുന്നുവെന്നറിയാമോ? എത്ര കഷ്ടതയാണെങ്കിലും ആ സ്ത്രീ അനുഭവിക്കുന്നു. കാരണം താനൊരു ശിശുവിന് ജന്മം കൊടുക്കാൻ പോവുകയാണ്. കഷ്ടത, പ്രയാസം കൂടാതെ സുഖമില്ല. കഷ്ടത ഇല്ലാതെ അനുഗ്രഹങ്ങൾ ഇല്ല. ഇന്ന് പലരും കഷ്ടത ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. കഷ്ടത മാറാൻ വേണ്ടി യേശുവിനെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ കഷ്ടതയിൽ കൂടി കടന്നു വരുന്നതായ ആ ക്ഷമ, കഷ്ടതയിൽ കൂടി പ്രാപിച്ചെടുക്കുന്ന ആ സഹനം, അതിൽ കൂടി വലിയ ഫലമുണ്ടാകും. ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കുക. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കുഞ്ഞുങ്ങളെ ലാളിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ കാണില്ല. അവരുടെ ജീവിതം അവർ ജീവിക്കേണ്ടതാണ്. അവരും കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടതാണ്. അവരും മക്കളെ വളർത്തി അവരുടെ ജീവിതങ്ങൾ നോക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ തന്നെ വിശ്വാസത്തിൽ വളർത്തണം, അച്ചടക്കത്തിൽ വളർത്തണം, പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം, വചനം ധ്യാനിപ്പിക്കണം, കഷ്ടപ്പെടണം. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. അവരുടെ വസ്ത്രങ്ങൾ അലക്കി പഠിക്കണം. എപ്പോഴും അമ്മ തന്നെ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, എത്ര സ്നേഹമുള്ള അമ്മയാണെങ്കിലും എത്ര ത്യാഗമുള്ള അമ്മയാണെങ്കിലും അവരുടെ മക്കളെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. എന്താണ്? കഷ്ടത സഹിക്കുവാനായിട്ട് പഠിക്കുക. കഷ്ടതയിൽ കൂടി നമുക്ക് പ്രത്യാശ ലഭിക്കുമെന്ന് ഓർക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 5:8 പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. നോക്കുക, യേശുക്രിസ്തു കഷ്ടതയിൽ കൂടി അനുസരണം പഠിച്ചതായിട്ട്, അനുസരണം കാട്ടിയതായിട്ട് കാണാൻ കഴിയും. കഷ്ടതയിൽ കൂടി നമുക്ക് വിശ്വാസം വർദ്ധിക്കും. കഷ്ടതയിൽ കൂടി നമുക്ക് അനുസരണം ഉണ്ടാകും. നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ കുറച്ച് പണം നിന്റെ കയ്യിലുണ്ട് എന്നിരിക്കട്ടെ. നീ രാവിലെ മുതൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി 1000 രൂപ നീ സമ്പാദിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. അതിനെ ചിലവാക്കേണ്ടതായ സന്ദർഭം വരുമ്പോൾ നീ ഒരുപാട് ആലോചിച്ചേ ചെയ്യൂ. നിനക്കാരെങ്കിലും വെറുതെ ഒരു 10,000 രൂപ തന്നിട്ട് ചിലവാക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസമെങ്കിലും നിൽക്കുമോ? എന്താണ്? ആ 10,000 രൂപ സമ്പാദിക്കാനുള്ളതായ ബുദ്ധിമുട്ട് നിനക്കറിയാത്തത് കൊണ്ട് നീ അത് ദൂർത്തടിച്ച് കളയുവാൻ ഇടയാവുകയാണ്. അതുകൊണ്ട് നീ ബുദ്ധിമുട്ടുവാൻ വേണ്ടി ശീലിക്കണം. കഷ്ടത പഠിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിന് വേണ്ടി ഒരു വ്യക്തി കഷ്ടത അനുഭവിച്ചാൽ അവൻ്റെ ഭക്തിയും വിശ്വാസവുമെല്ലാം വർദ്ധിച്ചു വരികയല്ലാതെ അവൻ അവിശ്വാസിയായിട്ട് മാറില്ല. ചിലരുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കഷ്ടത വേണ്ട എന്നാണ് പറയുന്നത്? അതോ ആ കഷ്ടതയിൽ അനുസരണം പഠിക്കുമോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ കഷ്ടതയെ നേരിടുവാനുള്ളതായ കൃപ, ആ കഷ്ടതയിൽ നിന്ന് വെളിയിൽ വരുവാനുള്ള ശക്തി, ആ കഷ്ടതയിൽ കൂടി പൂർണ്ണരാകാനുള്ള കൃപ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഞാനും ഈ ഭൂമിയിൽ വന്ന് കഷ്ടത അനുഭവിച്ചു. ഞാനും ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ച് എൻ്റെ കാലടികൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട് പോയിരിക്കുന്നു. നിങ്ങൾ അതിനെ പിന്തുടരുക എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അതുപോലെ സമാധാനം. കഷ്ടത അനുഭവിക്കുന്നതായ സമയത്ത്, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ കഷ്ടത നന്മയ്ക്കായിട്ട് നീ മാറ്റിയെടുക്കുമല്ലോ, ഇതിൽ കൂടി ഞാൻ കൂടുതൽ നിനക്ക് കൊള്ളാവുന്ന വ്യക്തിയായിട്ട് തികഞ്ഞവനായിട്ട് മാറുമല്ലോ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കഷ്ടതയുടെ നടുവിലും നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ, നിരാശ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുവാൻ പാടില്ല. ആ സമയത്ത് നിങ്ങൾക്ക് കരയുവാൻ തോന്നുമെങ്കിൽ നിങ്ങൾ കരയുക. ഇതെന്താണ് ദേവദാസൻ ഇങ്ങനെ പറയുന്നത്? കരച്ചിൽ നല്ലതാണെന്നാണ് പറയുന്നത്. കരച്ചിൽ ദൈവം എന്തിനാണ് വച്ചിരിക്കുന്നത്? നമ്മുടെ ശരീരം വിയർക്കുന്നത് നല്ലതാണോ? വിയർക്കുമ്പോൾ അയ്യോ വിയർക്കുന്നു, അയ്യോ വിയർക്കുന്നു എന്ന് നാം കരയാറുണ്ടോ? നമ്മുടെ ശരീരത്തിലുള്ളതായ അശുദ്ധമായ കാര്യങ്ങളൊക്കെ ആ വിയർപ്പ് ഗന്ധിൽ കൂടി വെളിയിൽ പോകാനാണ്. നിന്റെ ശരീരം, നിന്റെ രക്തം ശുദ്ധിയാകാൻ വേണ്ടിയാണ് വിയർപ്പ് ഗന്ധികൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിയർപ്പൊഴുക്കപ്പെടുന്നത് നിനക്ക് നല്ലതാണ്. എന്നാൽ നാം വിയർക്കാതെ എസിയിലിരിക്കാനാണ് നോക്കുന്നത്. സുഖം അനുഭവിക്കുക നല്ലതാണ്. എന്നാൽ നീ കഷ്ടപ്പെടുവാനും ശീലിക്കണം, അധ്വാനിക്കുവാനായിട്ട് ശീലിക്കണം. വിയർപ്പൊഴുകുന്നത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ ഉപയോഗപ്രദമാകുന്നു. അതുപോലെ കണ്ണുനീരൊഴുക്കുമ്പോൾ നിന്റെ മനസ്സിന് സമാധാനം കിട്ടും. കരയുന്ന സമയത്ത് നിന്റെ മനസ്സിൻ്റെ ഭാരമെല്ലാം മാറും. ഒരു കുടത്തിൽ നിറയെ വെള്ളമിരിക്കുന്ന സമയത്തിന് അതിന് ഒരുപാട് ഭാരമുണ്ടായിരിക്കും. അതുപോലെ ഹൃദയത്തിൽ സങ്കടമുണ്ടായിരിക്കുമ്പോൾ വലിയ ഭാരം അനുഭവപ്പെടും. എന്നാൽ കരയുകയാണെങ്കിൽ നിറഞ്ഞ കുടം അത് കാലിയാകുന്ന സമയത്ത് എത്രത്തോളം അത് ഭാരമില്ലാതാകും, അതുപോലെ മനസ്സിനും സമാധാനം കിട്ടും. എന്നാൽ മനുഷ്യരുടെ മുൻപിൽ, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ മുൻപിൽ കരയരുത്. കരയുന്ന വ്യക്തികൾ പശ്ചാത്താപത്തോടുകൂടി കർത്താവിൻ്റെ മുൻപിലാണ് എപ്പോഴും കരയേണ്ടത്. നിങ്ങൾ ദുഃഖിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദുഃഖിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചു കൊണ്ടുള്ളതായ ദുഃഖം ഹൃദയത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ അങ്ങനെ കരയാറില്ല. പണ്ട് കാലത്തൊക്കെ ഒരുപാട് മനുഷ്യർ കരയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കരയില്ല. വെറുതെ കരയുകയാണോ? മനസ്സിനെ പിരിമുറുക്കത്തിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കരയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഹൃദയം പകർന്നാൽ വെള്ളം പകരുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ പകരുന്നു. ദുഃഖത്തോടുകൂടി ഹന്ന കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞു. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു പ്രയോജനവും അവൾക്ക് കിട്ടിയില്ല. ഭർത്താവിന് മുൻപിൽ കരഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് കുഞ്ഞിനെ തരാൻ ഞാൻ എന്താണ്, ദൈവമാണോ? എന്നാൽ അവൾ കർത്താവിന്റെ സന്നിധിയിൽ പോയി കരയുവാനിടയായി. അടുത്ത വർഷം അവൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനിടയായി. എന്നാൽ നിന്റെ മനസ്സിലുള്ള ദുഃഖത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ബിപിയും ഷുഗറും ഡിപ്രഷനും, ഈ കാലത്ത് ഡിപ്രഷന് പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡെത്ത് ഓഫ് ദ മൈൻഡ് എന്നാണ്. അതായത് മനസ്സ് മരിച്ചു പോകുന്ന അവസ്ഥ. മനസ്സ് മരിച്ചുപോയിരിക്കുന്നു, മരവിച്ചു പോയിരിക്കുന്നതായ അവസ്ഥ, നിന്റെ മനസ്സാക്ഷി മരിച്ചുപോയ അവസ്ഥ. ഒരേ ഒരു വിഷയത്തിൽ മാത്രം നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അത് മാത്രം ചിന്തിക്കുന്നു, മറ്റൊന്നും തന്നെ ചിന്തിക്കില്ല. നിന്റെ ദുഃഖം, നിന്റെ പ്രശ്നം, നിന്റെ ലക്ഷ്യം, അതുമാത്രം ചിന്തിച്ചുകൊണ്ട് ഇതില്ല 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 മറ്റൊരു വിഷയങ്ങളും ആലോചിക്കാൻ നിനക്കില്ലാത്തത് കൊണ്ട് നിന്റെ മനസ്സാക്ഷി മരവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ തന്നെ നിനക്ക് സമാധാനമില്ലാതായി മാറുന്നു. അതുപോലെ തന്നെ അനേകം ആളുകൾ സാഡിസ്റ്റുകളായിട്ട് മാറുന്നു. അവർ കുടിക്കുകയില്ല, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയില്ല, മുടിവെട്ടില്ല. നല്ലതാണ്. എന്നാൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവരെയും കുളിച്ച് വൃത്തിയായി നടക്കുന്നവരെയും എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ്? ഒരു സാഡിസ്റ്റ് ഭർത്താവിനെ ഒരാൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, പിന്നെ സഹോദരയുടെ കാര്യം കഴിഞ്ഞു. എന്തിനു നീ കുളിച്ചു? എന്തിനു നല്ല വസ്ത്രം ധരിച്ചു? എന്തിനു തലമുടിച്ചിരിക്കുന്നു? ഇവനെപ്പോഴും ബീഡി വലിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ തന്നെ ജീവിക്കും. ഇവനാണെങ്കിൽ കുടിക്കത്തില്ല, താടി വടിക്കില്ല, മുടിവെട്ടുകയില്ല, നല്ല വസ്ത്രം ധരിക്കില്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിലെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ വൃത്തിയായ രീതിയിൽ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? ഇതാരെ കാണിക്കാനാണ് എന്ന് പറഞ്ഞ് അവരെ എപ്പോഴും ശല്യം ചെയ്യും. എന്താണ്? ഇതും ഒരു തരത്തിലുള്ളതായ സാഡ്നെസ് ആണ്, ഒരു തരത്തിലുള്ളതായ ഡിപ്രഷൻ ആകുന്നു, ഒരു തരത്തിലുള്ള വേദനയാണ്. നിന്റെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തോട് പറയുകയാണെങ്കിൽ നിനക്ക് സമാധാനം ലഭിക്കും. സമാധാനമില്ലാത്ത മനുഷ്യന് സമാധാനം കൊടുക്കാനാണ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ എന്താണ് പറഞ്ഞത്? ഇതാ സർവ്വജനത്തിനും വരുവാനുള്ളതായ മഹാസന്തോഷം, നിങ്ങൾക്കൊരു സുവിശേഷം ഞാൻ അറിയിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളതായ, എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളതായ മനുഷ്യർക്ക് സമാധാനം, അവനിൽ വിശ്വസിക്കുന്നവർക്ക്. ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ സമാധാനം പോയി എന്ന്. എവിടെ പോയെന്നാണ്? റോഡിൽ കൂടി നടക്കുമ്പോൾ സമാധാനം പോയെന്നാണോ? എവിടെയാണ് പോയത്? പോയടത്ത് നിന്ന് പോയി എടുക്കുക. ദൈവം നൽകുന്നതായ സമാധാനം. ഈ വചനം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയതായ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും എന്നാണ് പറയുന്നത്. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുവാനിടയാകും. നിന്റെ ഭാരമെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ, നിന്റെ ദുഃഖമെല്ലാം അവനോട് നീ പങ്കുവയ്ക്കുമ്പോൾ, നിന്റെ സ്ഥിതിഗതികളെല്ലാം പറയുന്ന സമയം അവൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തെ കാക്കുവാനിടയാകും. അതായത് നിന്റെ ഹൃദയത്തിൽ അസമാധാനം ഉണ്ടാകാതെ സമാധാനം നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവമിടയാക്കും. മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു, അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു എന്ന്, ഹൃദയത്തെ നിയന്ത്രിക്കുന്നു എന്ന്. അതായത് കമ്പ്യൂട്ടറിൽ ആൻറ്റിവൈറസുകൾ വയ്ക്കാറുണ്ട്. ആൻറ്റിവൈറസുകൾ എന്താണ് ചെയ്യുന്നത്? വൈറസുകൾ കടന്നു വരുന്ന സമയത്ത് അതിനെ നേരിടാനിടയാകും. അതുപോലെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ അസമാധാനം കൊണ്ടുവരുന്നതായ ചിന്തകൾ, അങ്ങനെയുള്ള ആലോചനകൾ വരുന്ന സമയത്ത് അതിനെ അവിടെ നിന്ന് തുടച്ചു നീക്കുവാൻ ഇടയാകും. സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ പറയുക. എപ്പോഴും വേണമോ? ഇടയ്ക്കിടയ്ക്ക് മതിയോ? എൻ്റെ ഹൃദയത്തിൽ സമാധാനം വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറയൂ. അതേ വചനം തന്നെ വായു തുറന്ന് കർത്താവിനോട് നിങ്ങൾ പറയുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ദൈവത്തോട് നിങ്ങളുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കുന്നതായ സമയത്ത് അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴും. ദൈവത്തോട് നമ്മുടെ ഭാരങ്ങളെയെല്ലാം പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതയുണ്ടെങ്കിൽ കർത്താവ് നിനക്കറിയില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ല. നിങ്ങളുടെ സകല കഷ്ടങ്ങളും ഭാരങ്ങളും അവൻ അറിയുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളും അറിയുന്നു. അവൻ നിന്നെ വിടുവിക്കുകയും ചെയ്യും. നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിനോട് ഏറ്റുപറയാം. നമ്മുടെ 2 കരങ്ങളും ഉയർത്തി ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യാം. എനിക്കെന്തുകൊണ്ട് ഈ രോഗം വന്നു? എന്തുകൊണ്ട് ഈ ദുഃഖങ്ങൾ എന്നെ വേട്ടയാടുന്നു? എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ ഭാരങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം പോരാട്ടങ്ങൾ? കർത്താവേ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ എന്തൊക്കെ ലഭിക്കും എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ വൃഥാവാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരിക്കുന്നു, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് അകപ്പെട്ടു പോയിരിക്കുകയാണ്. ജീവിതത്തോട് തന്നെ വിരക്തി ഉണ്ടായിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് നിന്റെ സമാധാനം വേണം. നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എനിക്ക് സമാധാനം കിട്ടും. നിന്നെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നീ എന്നെ കൈവിടാത്ത ദൈവമായിരിക്കുന്നുവല്ലോ. വായു തുറന്ന് പറയുക. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ളതായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മക്കളെ ദർശിക്കണമേ. അവർ കരങ്ങൾ ഉയർത്തിക്കൊണ്ടു ആ സ്വർഗീയ കൃപ ഞങ്ങൾക്ക് വേണമെന്ന്, ആ സ്വർഗീയ സമാധാനം ഞങ്ങൾക്ക് വേണമെന്ന്, കർത്താവേ, ഞങ്ങൾക്ക് സ്വസ്ഥത വേണമെന്ന് ഏതു ഹൃദയങ്ങളാണോ നിന്നോട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് നീ വിടുതൽ കൊടുക്കണമേ. ഞങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന പിശാചിന്റെ ശക്തികളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ഭത്സിക്കുകയാണ്. ഞങ്ങളുടെ സമാധാനം കെടുത്തുന്ന ദുഷ്ടന്റെ എല്ലാ ആലോചനകളെയും എടുത്തു മാറ്റുമാറാകണമേ. കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകളെയും ആലോചനകളെയും സമർപ്പിക്കുകയാണ്. പാപത്തെ ജയിക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. ദുഷ്ടന്റെ തന്ത്രത്തെ ജയിക്കാനുള്ള കൃപ കൊടുക്കണമേ. നിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടതിനു വേണ്ടി, അവരുടെ ഗൃഹങ്ങളിൽ അത് നിറയേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. എത്രയോ യൗവനക്കാരായ മക്കൾ ഇന്ന് സമാധാനമില്ലാതെ റോഡിൽ കൂടി നടക്കുന്നുണ്ട്, ദുശീലങ്ങൾക്ക് അടിമകളായിട്ട് മാറുന്നു. അങ്ങനെയുള്ള വ്യക്തികളെല്ലാം നീ വിടുവിച്ചെടുക്കുമാറാകണമേ. ഇന്ന് നിന്റെ സമാധാനം ഞങ്ങളിൽ വാഴട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.